എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയിൽ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിനു വേണ്ടി ചെയ്തത് എന്തൊക്കെ? ഉത്തരം, ചുറ്റും വേലി കെട്ടി, ചക്കു കുഴിച്ചു നാട്ടി, ഗോപുരം പണിതു. 12-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2, തോട്ടത്തിന്റെ ഉടയവൻ മുന്തിരിത്തോട്ടം ആരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി? ഉത്തരം, കുടിയാന്മാരെ. 12-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 3, തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് കുടിയാന്മാരുടെ അടുക്കൽ അയച്ചതാരെ? ഉത്തരം, ദാസനെ. 12-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 4, തോട്ടത്തിന്റെ ഉടയവൻ അയച്ച ദാസന്മാരെ കുടിയാന്മാർ എന്തു ചെയ്തു? ഉത്തരം, ഒരുവനെ തല്ലി വെറുതെ അയച്ചു, മറ്റൊരുവനെ തലയിൽ മുറിവേൽപ്പിക്കുകയും അവമാനിക്കുകയും ചെയ്തു, ഒരുവനെ കൊന്നു, ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. 12-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 5, തോട്ടത്തിന്റെ ഉടയവന്റെ മകനോട് കുടിയാന്മാർ എന്തു ചെയ്തു? ഉത്തരം, അവനെ കൊന്നു, തോട്ടത്തിൽ നിന്ന് എറിഞ്ഞുകളഞ്ഞു. 12-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 6, മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയിൽ യേശു ഉദ്ധരിച്ച പഴയ നിയമവാക്യമേത്? ഉത്തരം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. 12-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 7, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ, ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണ്ടതെന്ന് പരീശന്മാരും ഹെരോദ്യരും ചോദിച്ചതിന് യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 8, പുനരുത്ഥാനമില്ല എന്ന് പറയുന്നത് ആര്? ഉത്തരം, സദൂക്യർ. 12-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 9, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നതെന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം, 7 സഹോദരന്മാർക്ക് ഭാര്യയായിരുന്ന സ്ത്രീ പുനരുത്ഥാനത്തിൽ ആർക്ക് ഭാര്യയാകുമെന്ന് തന്നോട് ചോദിച്ച സദൂക്യരോട്. 12-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 10, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആരെ പോലെയാകുമെന്നാണ് യേശു സദൂക്യരോട് പറഞ്ഞത്? ഉത്തരം, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ. 12-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 11, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം, ശാസ്ത്രിമാരിൽ ഒരുവൻ. 12-ാം അധ്യായം 28-ാം വാക്യം. ചോദ്യം 12, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത്? ഉത്തരം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത്. 12-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ചോദ്യം 13, രണ്ടാമത്തെ മുഖ്യ കൽപ്പന ഏത്? ഉത്തരം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്. 12-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 14, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും എന്തിനേക്കാൾ സാരമേറിയതെന്നാണ് ശാസ്ത്രി യേശുവിനോട് പറഞ്ഞത്? ഉത്തരം, സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയതെന്ന്. 12-ാം അധ്യായം 32-33 വാക്യങ്ങൾ. ചോദ്യം 15, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് തന്നോട് ചോദിച്ച ശാസ്ത്രിയോട്. 12-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 16, കർത്താവിന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് പരിശുദ്ധാത്മാവിലായി പറഞ്ഞത് ആര്? ഉത്തരം, ദാവീദ്. 12-ാം അധ്യായം 36-ാം വാക്യം. ചോദ്യം 17, എങ്ങനെയുള്ളവരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്നാണ് യേശു പുരുഷാരത്തോട് പറഞ്ഞത്? ഉത്തരം, അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ. 12-ാം അധ്യായം 38-39 വാക്യങ്ങൾ. ചോദ്യം 18, അങ്കികളോട് നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാർക്ക് എന്തുകൊണ്ട് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും? ഉത്തരം, അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. 12-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ.
ചോദ്യം 19. ദരിദ്രയായ ഒരു വിധവ സ്ത്രീ ഭണ്ഡാരത്തിൽ ഇട്ട പണം എത്ര? ഉത്തരം 1 പൈസയ്ക്ക് ശരിയായ 2 കാശ്. 12-ാം അധ്യായം 41, 42 വാക്യങ്ങൾ. ചോദ്യം 20. തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും സ്ത്രീ ഭണ്ഡാരത്തിൽ ഇട്ടതാര്? ഉത്തരം ദരിദ്രയായ വിധവ. 12-ാം അധ്യായം 44 വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.